കേരളം ഇനി ആരാവും ഭരിക്കുക? LDFിൻ്റെ തുടർഭരണം ഉണ്ടാകുമോ അതോ UDF തിരിച്ചു വരുമോ? ഇതറിയാൻ മെയ് 4 വരെ കാക്കണം. പക്ഷേ മുൻ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ കൃത്യമായി പ്രവചനം നടത്തി ഞെട്ടിച്ച റാഷിദ് CP ഉണ്ട് നമുക്കൊപ്പം. റാഷിദിൻ്റെ അഭിപ്രായം കൂടി അറിഞ്ഞിട്ട് വരാം. റാഷിദ് പറയുന്നത് 90 സീറ്റിന് മുകളിൽ വരെ UDF പോകാമെന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു? അത് പതിവില്ലാത്ത വിധം ന്യൂനപക്ഷ വോട്ടിൻ്റെ ഏകീകരണം സംഭവിച്ചിട്ടുണ്ട്. അത് 2001 തെരഞ്ഞെടുപ്പിലായിരുന്നു ആ തരത്തിലൊരു ഏകീകരണം വലിയ രീതിയിൽ നടന്നത്. പക്ഷേ അതിനുശേഷമാണ് പിണറായി വിജയൻ ഇടതുപക്ഷ CPMൻ്റെ നേതൃത്വത്തിലേക്ക് വരുന്നത്, കോടിയേരി ബാലകൃഷ്ണൻ. ആ രീതിയിൽ അവർ മലപ്പുറം സമ്മേളനം അങ്ങനെ ആ ഒരു രീതിയിൽ ഈ മലബാർ ബെൽറ്റിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിലേക്കും പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളിലേക്ക് വലിയ രീതിയിൽ ആ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് കടന്നു വന്നിട്ടുണ്ടായിരുന്നു. സമീപകാലത്തുണ്ടായ പല വിഷയങ്ങളിലൂടെയും ആ ന്യൂനപക്ഷ വോട്ടിൻ്റെ ഒരു റിവേഴ്സ് സ്വീപ്പാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നത്. അതിൻ്റേതായ ഒരു സൂചനകളാണ് ഞാനൊക്കെ ഈ പോളിംഗിൻ്റെ ഒരു പെർസെൻറ്റേജും അതിൻ്റെ ലോക്കൽ ഏരിയകളും പരിശോധിക്കുമ്പോൾ ആ രീതിയിലുള്ളൊരു കാര്യമാണ് കാണുന്നത്. അത് LDF എടുത്തിരിക്കുന്ന നിലപാടിൽ ആളുകൾക്ക് ന്യൂനപക്ഷങ്ങൾക്ക് സംശയം തോന്നി എന്നുള്ളതാണ്. ന്യൂനപക്ഷങ്ങൾക്ക് സംശയം തോന്നി, വലിയ അളവിൽ ആ നിലവിലെ അവസ്ഥയിൽ അവർക്ക് നിരാശ തോന്നി. ആ പൊളിറ്റിക്കൽ പോളിസികൾ, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൻ്റെ പൊളിറ്റിക്കൽ പോളിസികൾ മുൻകാലങ്ങളിലൊക്കെ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പാർട്ടി മിഷനറികൾക്കുള്ളിലായിരുന്നു. ഇന്ന് PR സംവിധാനങ്ങളിലൂടെ നടത്തിയ ഒരു മൊത്തം രാഷ്ട്രീയം തന്നെ കൈകാര്യം ചെയ്ത് PR സംവിധാനങ്ങളാവുന്നതോടുകൂടി ആ രാഷ്ട്രീയത്തിന് വന്നൊരു മൂല്യച്യുതി ഇതിലുണ്ട്. ഇത് ഒരു ഫാക്ടറാണ്. മറുഭാഗത്ത് ശബരിമല പോലെയുള്ള വിഷയങ്ങൾ, പിന്നെ ഈ ഇടതിൻ്റെ അടിത്തട്ട് വോട്ടേഴ്സ് എന്ന് പറയുന്ന വിഭാഗത്തിലും പലതരത്തിലുള്ള നിരാശ പടർത്തി. സ്ഥായി സ്റ്റേബിൾ അല്ല പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കടത്ത് അടക്കമുള്ള വിഷയങ്ങൾ ന്യൂനപക്ഷങ്ങളെയും ഒരു വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. അത് പൊതുവിൽ ശബരിമല എന്ന് പറയുന്നത് കേരളത്തിലെ മതവിശ്വാസികൾ, ഏത് മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു ഇടമാണ്. അത് ഭക്തർ അവിടെ പോകുന്ന സ്വാമിമാരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും സ്വീകരിച്ച് അയക്കുന്നതാണ്. അതല്ല നമ്മുടെ ഏരിയ. രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അത് ഈഴവ സമുദായത്തിലേക്കും പൊതുബോധത്തിലേക്കും അത് പ്രത്യേകിച്ച് ഇത്തരം വിഷയങ്ങളിൽ വരുന്ന വിശദീകരണങ്ങൾ ജനത്തിന് തൃപ്തികരമായില്ല എന്നുള്ളതാണ്. ഇടതുപക്ഷത്തിൽ നിന്ന് വന്ന വിശദീകരണങ്ങൾ ജനത്തിനെ സ്വാധീനിക്കുന്ന തരത്തിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ്. ഒരു കാലത്ത് ഇടതുപക്ഷത്തിൻ്റെ അണികൾക്ക് മാത്രം തൃപ്തികരമാകുന്ന കാര്യങ്ങൾ പൊതുബോധത്തിന് കൂടി തൃപ്തികരമാവണം എന്നുള്ള രീതിയിലുള്ള രാഷ്ട്രീയം പറച്ചിലുകൾ നടത്തിയപ്പോൾ ജനം വലിയ രീതിയിൽ നിരാശ പ്രകടിപ്പിച്ചു. അത് ആ തരത്തിൽ നമ്മൾ മനുഷ്യരോട് സംസാരിക്കുമ്പോൾ, പലരോടും സംസാരിക്കുമ്പോൾ ആ രീതിയിൽ പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പ്രഡിക്ഷൻ എന്ന് പറയുന്നത് ഞാൻ ആ രീതിയിൽ ഗണിതം കൊണ്ടല്ല. മനുഷ്യർ ഈ നമ്മൾ പലപ്പോഴും വോട്ട് കണക്കെടുക്കുക എന്ന് പറയുന്നത് നമ്പറുകളിലാണ് മനുഷ്യർ എളുപ്പത്തിൽ കൂട്ടുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നമ്പറുകളിൽ താല്പര്യം കാണിക്കാത്ത ശതമാനത്തിൽ കാണിക്കുന്നതാണ്. അത് ശതമാനം എന്ന് പറയുന്നത് ഈ പബ്ലിക് മൈൻഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. പബ്ലിക് മൈൻഡിൻ്റെ ഒരു വേരിയേഷൻ കിട്ടുക നമുക്ക് ശതമാനത്തിലാണ്. ആ രീതിയിലുള്ളൊരു മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആ തരത്തിലൊക്കെ നോക്കുമ്പോൾ നിരവധിയായ ഘടകങ്ങൾ എതിരായിട്ട് ഇടതുപക്ഷത്തിനുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിച്ഛായ അതിനും കാര്യമായ കോട്ടം തട്ടിയിട്ടുണ്ടോ? CMൻ്റെ പ്രതിച്ഛായയിൽ വലിയ രീതിയിൽ കോട്ടം തട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ ഇപ്പോൾ നമ്മൾ നാട് മുഴുവൻ കണ്ട ഫ്ലെക്സുകൾ, അതിൽ തന്നെ അതിന് ഒരർത്ഥത്തിൽ ആ രീതിയിലേക്കല്ലായിരുന്നു. അത് ഫ്ലെക്സുകൾ പോലും സർക്കാരിൻ്റെ നേട്ടങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ ആ സംവിധാനത്തിൽ മുന്നോട്ട് പോകാമായിരുന്നു. പ്രതികൂലമായി നിൽക്കുന്ന ഒരവസ്ഥയിൽ ആ സംഭവം കൂടുതലായിട്ട് ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിച്ച് മുഖ്യമന്ത്രിയുടെ മുഖം തന്നെ കൊടുക്കുമ്പോൾ അതിൽ ഒരു നെഗറ്റീവ് ഏരിയ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. 1 മുതൽ 3 വരെ സീറ്റുകളാണ് NDAക്ക് പ്രതീക്ഷിക്കുന്നത്. അത് പ്രത്യേകിച്ച് അങ്ങോട്ട് തിരുവനന്തപുരം മേഖലയിലേക്ക്. അത് തിരുവനന്തപുരം മേഖലയിൽ തന്നെയാണ്. ഒന്നാമത്തെ സീറ്റ് ഞാൻ കണ്ടത് നിയമമാണ്. മറ്റുള്ള സീറ്റുകൾ സാധ്യതകൾ മാത്രമാണ്. ഒന്നാമത്തെ സീറ്റ് നിയമമാണ്. പക്ഷേ അതിലും BJPയുടെ പ്രശ്നം വരുന്നത് ഈ SIR എന്നുള്ളത് ഒരു ഫാക്ടറാണ്. അത് പലപ്പോഴും A ക്ലാസ് മണ്ഡലങ്ങളിൽ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ വോട്ട് കട്ടായി പോയിട്ടുണ്ടായിരുന്നു. 20,000 തൊട്ട് 30,000 വരെ കട്ടായി എന്നാണ് മാധ്യമ വാർത്തകളും അതിൻ്റെ ആ മേഖലയെ നമ്മൾ പരിശോധിക്കുമ്പോൾ കാണും. അത്തരത്തിലുള്ള വോട്ടുകൾ പുറത്തേക്ക് പോയതിന് ശേഷം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്. അങ്ങനെ വോട്ട് വലിയ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഇവരെ A ക്ലാസ് മണ്ഡലത്തിൽ അത് വിജയത്തിലേക്ക് എത്തിക്കാൻ BJPക്ക് സാധ്യത കുറയും. നോർമൽ കഴിഞ്ഞൊരു വോട്ട് ലിസ്റ്റ് പ്രകാരമാണെങ്കിൽ ഈ പ്രാവശ്യം BJP സീറ്റുകൾ വർദ്ധിപ്പിക്കാനുള്ള നല്ല സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. അതേപോലെ തന്നെ SIRൻ്റെ കാര്യത്തിൽ ഈ മണ്ഡല പുനർനിർണയത്തിന് ശേഷം UDFന് ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. അതിനെ മറികടക്കുന്ന തരത്തിലേക്ക് SIR മാറുന്നുണ്ട്. അവരെ സംബന്ധിച്ച് അവരെ വോട്ട് ബാങ്ക് ആക്റ്റീവ് ആവുന്നതിൽ SIR ഗുണം ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഇതിനുള്ളിലുണ്ട്. പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച് പറയുന്നത് 100 സീറ്റിനപ്പുറം നേടുമെന്നുള്ളതായിരുന്നു. അപ്പോഴൊക്കെ ആളുകൾ ഇങ്ങനെ സംശയം പ്രകടിപ്പിച്ചു, അത്രയും വരുമോ എന്നുള്ളത്. പക്ഷേ റാഷിദ് പറഞ്ഞു വെക്കുന്നത് ഒരുപക്ഷെ അത്ര വന്നാൽ പോലും അതിശയിക്കേണ്ടതില്ല എന്നുള്ളത് തന്നെ. അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. കഴിഞ്ഞ ഒരു 5 വർഷം നമ്മൾ പ്രതിപക്ഷ നേതാവിനെ നോക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. ആ കോൺഗ്രസ് സംവിധാനത്തിനുള്ളിൽ നിന്ന് പറ്റാവുന്ന രീതിയിലൊക്കെ പുള്ളി മുന്നോട്ട് നീക്കിയിട്ടുണ്ട്. ആ രീതിയിൽ അദ്ദേഹം പ്രത്യേകിച്ച് ഇലക്ഷൻ മാനേജ്മെൻറ്റിൽ അദ്ദേഹം കാണിക്കുന്ന ഒരു വൈദഗ്ധ്യത്തിൻ്റെ കൂടി അനുഭവ ഫലമായിട്ടായിരിക്കാം ആ 100 എന്ന് പറഞ്ഞത്. ഞാനും ആ നമ്പറിലേക്ക് തന്നെയാണ് പിടിക്കുന്നത്.
ഏതായാലും മുൻ തിരഞ്ഞെടുപ്പുകളിലൊക്കെ കൃത്യമായി പ്രവചനം നടത്തിയിട്ടുള്ള ആളാണ് റാഷിദ് CP. അതുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പിൽ റാഷിദിന്റെ പ്രവചനം കൃത്യമാണോ എന്നറിയാൻ മെയ് 4 വരെ കാക്കണം. മെയ് 4 നമ്മൾ ഒന്നുകൂടി റാഷിദിനെ കാണാൻ വരുന്നതായിരിക്കും. ഏതായാലും പേരാമ്പ്രയിൽ നിന്ന് ദീപ്തീഷ് കൃഷ്ണ, മനോരമ ന്യൂസ്.